നിങ്ങളെന്താ പ്രതിഷേധിക്കാതെ ഇത്ര വലിയ രീതിയിലുള്ള കടന്നാക്രമം സൈബർ ആക്രമണം നടത്തിയിട്ട് നിങ്ങൾ മാധ്യമങ്ങളെന്താ ശക്തിയായിട്ട് പ്രതിഷേധിക്കാതെ നിങ്ങളെന്താ അങ്ങനെ ഒരു മനസ്സില്ലാതെ? പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്, നേരത്തെ പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ കഴിയുക. ഇതൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അതിശക്തിയായ പിന്നോക്കം പോകല്ലേ. രാഷ്ട്രീയമായിട്ട് നേരിടാം, ഇത് അശ്ലീലം നേരിടാം. ഇതേപോലെ ശീലമില്ലാതല്ലേ നമുക്ക്. അശ്ലീലം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് നേതാക്കന്മാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുൾപ്പെടെ ശരിയായൊരു പീഡനമാണ് നടന്നിട്ടുള്ളത്. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ UDF ആണ്. സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി ഇല്ലാന്ന് ഞാൻ സ്ഥാനാർത്ഥി ഇല്ലയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവാൻ പാടില്ല. അതുണ്ട്, തുടരുന്നുണ്ട്. അപ്പോൾ ഉറപ്പല്ലേ അവരതിനായിട്ട് പിന്നിലുള്ളത്. കേൾക്കാം. വടകര ഈ കേരളത്തിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയം വേണ്ട. അതുപോലെ ഈ കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും. അത് ഈ പറയുന്ന ഏത് സ്ഥാനാർത്ഥിയും ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പട്ടാളം വന്നാലും അത് ജയിക്കുകയും ചെയ്യും. അത് തീർന്നില്ലേ? ആ സംശയം തീർന്നില്ലേ? ഏത് സേന വന്നാലും ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്? സേനയാ? ഞങ്ങൾ ഈ സേനയിലൊക്കെ മുമ്പേ കണ്ടയാ കേട്ടാ. UDFന്റെ കാലത്ത് തന്നെ പണ്ട് അഴീക്കോട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇങ്ങനെ ഈ സേനേൻ്റെ കാര്യം വന്നതാണ്. എന്നിട്ട് സേനയും വന്നതാ. എന്നിരുന്നുണ്ടായി. അതൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും സാധിക്കുന്നതല്ല. സേനക്കൊന്നും ഭീഷണിപ്പെടുത്തി അതിൻ്റെ മേലെ തളർന്നു പോകുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളതെന്ന് തിരിച്ചറിയൊന്നും വേണ്ട. ആവാം. അല്ല, പിടികൂടുമല്ലോ എന്തായാലും. ആ കേസുണ്ടല്ലോ നിലവിൽ. വരട്ടെ. ഈ പ്രചരണം നടത്തുന്നതിന് വടകരയിലടക്കം ഈ ആരോപണം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എത്തിയിട്ടുണ്ടോ? അല്ല, എല്ലാം ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യലാണ് പ്രയോഗം. എന്നിട്ട് വേണം ആ അറസ്റ്റ് ചെയ്തുള്ള വാർത്ത ഉണ്ടാക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ അത് അറസ്റ്റ് ചെയ്തതിന്റെ ജനാധിപത്യ ധ്വംസനത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ. അതൊക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. എല്ലാവരും അങ്ങനെ പറയില്ല. ഇതിനാ ഞാൻ പറഞ്ഞത്. അതെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ വിചാരിച്ചാണ്. ആര്? ആ അല്ല, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടക്കട്ടെ. നമുക്കിപ്പോൾ ഒരു വിധി പിടിച്ച് നാളെ തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണം ഇതെല്ലാം ജനങ്ങൾ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പോലീസ് ആക്ഷനൊന്നും അല്ല പ്രധാനം. ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക. ഇതാണ് UDFന്റെ അശ്ലീല മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട കാര്യം. മോർഫ് ചെയ്യുന്ന പ്രശ്നം, ന്യൂ മീഡിയയെ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രശ്നം, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുതന്നെയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയായിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ 100 കണക്കിന് പ്രകടനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇതിനെതിരെ.